Hi everyone, it's me Rahul. Welcome to Mentor of X YouTube channel. നമുക്ക് വീക്കിലി മാർക്കറ്റ് അനാലിസിലോട്ട് പോകാം. ആൻഡ് ആദ്യം തന്നെ പറയാം, ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ബിക്കോസ് എനിക്ക് വേണ്ടിയിട്ടുള്ള, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, കാരണം ഞാൻ ആദ്യം പറയാറുണ്ട്, നമ്മുടെ ചാനൽ ഒരു മോണിറ്റൈസേഷൻ ചാനലോ എനിക്ക് ഇൻകം കിട്ടുന്നൊരു ചാനലോ അല്ല. ഇത് ജസ്റ്റ് ഒരു ബിലോ 2000 താഴെ വാച്ച് അവറുള്ള ഒരു ചാനൽ. അതായത് നമ്മുടെ യൂട്യൂബിൻ്റെ ബേസിക് ക്രൈറ്റീരിയ ആയിട്ടുള്ള 4000 വാച്ച് അവർ പോലും ഇല്ലാത്തൊരു ചാനലാണ്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അതായത് നിഫ്റ്റിയിലല്ല, ട്രേഡിംഗ് ചെയ്ത് നമുക്കൊരു കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതായത് നിങ്ങൾ നിഫ്റ്റി അനാലിസിസിനെ വേറെ ലെവലിലോട്ട് ഈ വീഡിയോ കൊണ്ടുപോകും. ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു നോളജ് ഞാൻ ഇതിനകത്ത് കിട്ടും, ഇതിനകത്ത് നിങ്ങൾക്ക് തരും. ലാസ്റ്റ് നമ്മുടെ സെമിനാറിൽ അതിൻ്റെ ഒരു എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളൊരു ഭാഗം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് അന്ന് സെമിനാർ അറ്റൻഡ് ചെയ്യാത്തവർക്ക് കൂടിയാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. സോ അതെല്ലാം നിങ്ങളുടെ മുന്നോട്ടുള്ള ട്രേഡിംഗ് ലൈഫിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. മറ്റൊരാളുടെ ഡിപ്പെൻഡൻസി ഇല്ലാതെ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാനും സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാനും നിങ്ങളെ കൊണ്ട് കഴിയും. അതിനുവേണ്ടി ഈ വീഡിയോ മൊത്തം കാണുക. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ മൈ ഓൺ ടൈം വെച്ചിട്ട് ബിൽഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. സോ വാച്ച് ദി വീഡിയോ ഫുള്ളി. ഓക്കെ, സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അനാലിസിസ്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് വീഡിയോ ഇത്. സോ ആദ്യം ഞാൻ ചെയ്തത് നമ്മുടെ നോർമൽ അനാലിസിസ് തന്നെയാണ്, നിങ്ങൾ എല്ലാ വട്ടവും കാണാറുള്ളത് തന്നെ. അതിനകത്തോട് ഞാൻ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് സംതിങ്, അതാണ് സെക്കൻഡ് പാർട്ടിൽ വരിക. അപ്പോൾ അത് കാണുക ഫുള്ളായിട്ട്. ഓക്കെ, സോ ഇതിനകത്ത് ഞാൻ ലാസ്റ്റ് വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മാർക്കറ്റ് അനാലിസിസിൻ്റെ, അതായത് നമ്മുടെ വീക്കിലി ഹൈസ് ആൻഡ് ലോസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു ഇവിടെ. സോ വീക്കിലി ഹൈസ് ആൻഡ് ലോസ് എന്താ മാർക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ഒരു മാസമായിട്ട് ഈ ഒരു ഏരിയ നിന്നാണ് ബൈയിങ് വരുന്നത്. ഈ വട്ടവും മാർക്കറ്റ് ആ ക്രാഷ് വന്നപ്പം, ആ ഒരു ഫാളോ വന്നപ്പം ഇവിടെ തന്നെ ബൈയിങ് വന്നിട്ടുണ്ട്, മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. സോ നമുക്ക് ലാസ്റ്റ് വീക്കിൻ്റെ ഹൈസ് ആൻഡ് ലോസ് നമ്മൾ മാർക്ക് ചെയ്ത് വിട്ടു. ആൻഡ് അതിൻ്റെ മുന്നേ ഉള്ളൊരു വീക്കിൻ്റെ ലോ ഹൈസ് ഇവിടെ അടുത്ത് വരുന്നുണ്ട്, അതും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത്തരം കാര്യം ഞാനിവിടെ നമ്മുടെ വീക്കിലിയിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു, നോക്കിയിരിക്കുക. ആൻഡ് സോ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് പോയി ഡെയിലിയിലോട്ട് പോയി. ഓക്കെ, സാധാ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഡെയിലിയിലോട്ട് പോയിട്ടുണ്ട്. ഡെയിലിയിലോട്ട് പോയിട്ട് ഡേ ഹൈസ് ആൻഡ് ലോസ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡേ ഹൈസ് ആൻഡ് ലോസ്. സോ ഡേ ഹൈസ് ആൻഡ് ലോസ് എന്ന് നോക്കി കഴിഞ്ഞാൽ ഇതൊരു മേജർ റെസിസ്റ്റൻസ് ആയിരുന്നു മുന്നേ. ആ ഒരു ലെവലിലാണ് മാർക്കറ്റ് വന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള. ആൻഡ് ലാസ്റ്റ് ഡേ ഒരു ഓപ്പൺ ലോ ക്യാൻഡിലായിരുന്നു. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പുഷ് ചെയ്യാനുള്ള ശ്രമം നടത്തി. ബട്ട് എന്തുകൊണ്ട് നടന്നില്ല, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്നൊക്കെ മുന്നോട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഡേ ലോസ് ആൻഡ് ഹൈസ് മാർക്ക് ചെയ്ത് വെച്ചു. ആൻഡ് ലാസ്റ്റ് ഡേ, അതിൻ്റെ മുന്നത്തെ ഡേയുടെ ഹൈയും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു, കാരണം അതൊരു ബിഗ് ക്യാൻഡിലാണ്. ഓക്കെ, അതൊരു ബിഗ് ക്യാൻഡിലാണ്. ആൻഡ് ദിസ് ഇൻസൈഡ് ബാർ. ഓക്കെ, അതും ഇവിടെ നോക്കേണ്ട കാര്യമാണ്. 303. ഓക്കെ, ഐ തിങ്ക് 300. ഓക്കെ, എക്സാക്ട് 300 ആണ്. 24,300 അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇത്ര കാര്യം ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് തൊട്ട് താഴെയുള്ള 4 അവറിലോട്ട് ഞാൻ വന്നു. ഓക്കെ, 4 അവറിലോട്ട് വന്നിട്ട് 4 അവറിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഉണ്ടെന്ന് നോക്കാം നമുക്ക്. സോ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഏരിയയിൽ. 4 അവറിൽ ഇവിടെ ഒരു മൈനർ റെസിസ്റ്റൻസ് വരുന്നുണ്ട്, ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഓവറായിട്ട് നമുക്ക് വരച്ച് ഒരുപാട് ലൈൻ നോക്കണ്ട. ഓക്കെ, ആൻഡ് 1 അവറിലോട്ട് വന്നു. 1 അവറിലോട്ട് വന്നാൽ അറിയാം ഇവിടെ നിന്നാണ് ഹ്യൂജ് സെല്ലിങ് വന്നിട്ടുള്ളത്. സോ അവിടെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിനെ ഞാൻ കുറച്ചൊന്ന് ഇറക്കി താഴോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടച്ച് ഇവിടെ കിട്ടും. അതുകൊണ്ട് ഞാൻ 375 ഈ ഒരു ഏരിയ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ഓപ്പൺ ഹൈ ക്യാൻഡിലുണ്ട് ആക്ച്വലി 1 അവറിൽ. അതും ഒരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഓപ്പൺ ഹൈ ക്യാൻഡിൽ, അതും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിൻ്റെ ഇടയിൽ താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടുന്ന് മാർക്കറ്റിനെ ഒരുപാട് താഴോട്ട് പുഷ് ചെയ്യാൻ ശ്രമിച്ചാണ്, നടന്നില്ല. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്ത് ചെയ്തത്. അതുകൊണ്ട് ഈ ഹൈസും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ 15 മിനിറ്റ്സിലോട്ട് ഞാൻ വന്നു. നമ്മുടെ എൻട്രി ഫ്രെയിമായ ബേസിക് ആയിട്ടുള്ള 15 മിനിറ്റ്സിലോട്ട് ഞാൻ വന്നു. ഓക്കെ, 15 മിനിറ്റ്സിൽ ഓക്കെ ഇങ്ങനൊരു സിനാരിയോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലെവൽസ്, ഇതാണ് നമ്മുടെ മൺഡേയിലോട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. ഓക്കെ, മൺഡേയിലോട്ട് ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ കുറച്ച് താഴോട്ട് വെക്കാം. ഓക്കെ, 370. ഓക്കെ, അത് ഈ ഒരു ഹൈസ് എടുത്തതാണ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ലൈൻ ചാർട്ട് എടുത്ത് നോക്കിയാൽ അറിയാം. ഓക്കെ, പെർഫെക്റ്റ്.
ഓക്കെ. സോ അപ്പം ഞാൻ ഈ ഒരു ഇത്രയും ലെവൽസ് വരച്ചു. ആൻഡ് ഇവിടെ ട്രെൻഡ് ലൈൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ നിന്ന് വരയ്ക്കാം. ഓക്കെ, ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാം. ഐ തിങ്ക് ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പോകുന്നുണ്ട് ഇവിടെ നിന്ന്. ഓക്കെ ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല, ഒഴിവാക്കാം. ഓക്കെ, ട്രെൻഡ് ലൈൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടെ നമുക്ക് തുറന്നു വെക്കാം, നമുക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, ഓപ്പൺ ഇൻട്രസ്റ്റ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയവർ. ഓക്കെ, നമുക്കെന്നാൽ ഓപ്ഷൻ ചെയിൻ നോക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം. ഓക്കെ, ഓപ്പൺ ഇൻട്രസ്റ്റ് ഇവിടെ കാണുന്നില്ല, സാധാരണ ഇവിടെ ഉണ്ടായിരുന്നതാണ്, അപ്ഡേറ്റ് ആയെന്ന് തോന്നുന്നു, എന്താ കാണുന്നില്ല ഇവിടെ. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഇനിയാണ് നമുക്ക് നമ്മുടെ അനാലിസിലോട്ട് പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ലാസ്റ്റ് അതിന് വരാൻ പോകുന്ന മൺഡേയിൽ നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിനെ നോക്കിക്കാണുന്നത്. നമ്മൾ എപ്പോഴും ലെവൽസ് വെച്ചിട്ടായിരുന്നു അല്ലേ, ഞാൻ ഒബിയസ്ലി ഞാനും ലെവൽസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് തരാറ്. ബട്ട് ഞാൻ ഡാറ്റ നോക്കാറുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഡാറ്റ നോക്കിയിട്ടാണ് അനാലിസിസ് കൂടുതലും ചെയ്യാറുള്ളത്. ബട്ട് ഞാനത് നോർമലി നമ്മുടെ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അതായത് നമ്മുടെ ഇതിനകത്ത് കാരണം ഒരുപാട് ടൈം ഇപ്പോൾ ഇന്ന് തന്നെ നോക്കിക്കൊണ്ട് ടൈം ഒരുപാട് പോകും, 15-30 മിനിറ്റ്സ് ഒക്കെ പോകുമായിരിക്കും, അറിയില്ല. എന്നാലും നമുക്ക് ഇന്നത് വെക്കാം. ഓക്കെ, സോ ഇതൊരു വീക്കിലി അനാലിസിസ് ഞാൻ ഡാറ്റ വെച്ച് പറഞ്ഞുതരാം. ആൻഡ് ഈ ഡാറ്റ എങ്ങനെയാണ് നോക്കേണ്ടതെന്നൊക്കെ ലാസ്റ്റ് വീക്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു സെമിനാറിൽ. സോ ഇന്ന് ഞാൻ ഒന്നും കൂടെ അത് ഡീറ്റെയിൽ ആയിട്ട് ബൈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ അപ്പോൾ ഞാൻ ഡാറ്റ എടുത്ത് കാണിച്ചു തരാം. സോ നമ്മൾ നോക്കിയാൽ ഇതാണ് ഡാറ്റ, FIA-DI ഡാറ്റ. ഓക്കെ, ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിനകത്ത് FIA-DI ഡാറ്റ. ഓക്കെ, FIA-DI ഡാറ്റയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, FIA-DI ഡാറ്റ ഇതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് FIA-DI ഡാറ്റ. സോ FIA-DI ഡാറ്റയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ FIA എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പ്രോ എന്ന് പറഞ്ഞാൽ പ്രോപ്പ് ഡെസ്കുകളാണ്, ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ആണ് പ്രോപ്പ് ഡെസ്ക് ട്രേഡേഴ്സ്. DI എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് നമ്മുടെ LICM പോലെയുള്ള കമ്പനികൾ. ഓക്കെ, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ ഒരുപാട് പേരുണ്ട്. റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ട്രേഡേഴ്സ്, അതായത് നമ്മൾ. ഓക്കെ, നമ്മുടെ പോലെയുള്ള സാധാ ആൾക്കാർ. സോ ഇവരും വലിയ പൈസ വെച്ച് ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സ് ഉണ്ട്, അവരാണ് റീറ്റെയിലേഴ്സ്. സോ ഇതിൽ റീറ്റെയിലേഴ്സിൻ്റെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ഇവർ എന്താണ് FIA-DI ഫ്യൂച്ചറിൽ ഷോർട്ട് പൊസിഷൻ ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഫ്യൂച്ചറിനെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. CE സോൾഡ് ചെയ്തിട്ടുണ്ട്. CE സോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. CE നമ്മൾ ഓപ്ഷൻ ബയ്യറാണ്, ഇത് ഓപ്ഷൻ സെല്ലറിൻ്റെ എന്താണ് ഡാറ്റയാണ്. അപ്പം ഓപ്ഷൻ സെല്ലർ CE ഷോർട്ട് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് വീഴുന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. PE ബൈ, അതായത് മാർക്കറ്റ് താഴോട്ട് വീണാൽ നമ്മൾ എന്താ ചെയ്യാറ്, മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ CE ബൈ, അതായത് ഇത് CE ബൈ ആണ് ചെയ്യാറ്. മാർക്കറ്റ് താഴോട്ട് വരണമെങ്കിൽ CE ഷോർട്ട് ചെയ്യണം. PE ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ, മാർക്കറ്റ് താഴോട്ട് വീഴും ഉദ്ദേശിക്കുന്നത്. സോ അവർ DI ഫുൾ കേസിൽ എന്താണ് മാർക്കറ്റ് താഴോട്ട് വീഴുന്നതാണ് DIയുടെ വ്യൂ. ഓക്കെ, റീറ്റെയിലർ, അതായത് നമ്മൾ റീറ്റെയിലർ ഫ്യൂച്ചറിൽ എന്താ ചെയ്തിരിക്കുന്നത്, ഫ്യൂച്ചർ സെയിം ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇവരെക്കാട്ടി കുറച്ചുകൂടെ വലിയ ഒരു ഇതാണ് സംഖ്യയാണ്. അതിന് തൊട്ട് താഴെ ഹെവി ആയിട്ട് -1,33,000 CE ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കംപ്ലീറ്റ് വ്യൂ എന്താണ്, ബിയറിഷിലോട്ട് വരും എന്നാണ് റീറ്റെയിലർ പറയുന്നത്. അവർ ഷോർട്ട് ചെയ്ത് പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, PE ബൈ ചെയ്തിട്ടുണ്ട്, അവരും PE ഒരു വലിയ എമൗണ്ടിൽ ബൈ ചെയ്തിട്ടുണ്ട്. അപ്പം PE ബൈ ചെയ്ത് എന്താണ് മാർക്കറ്റ് വീഴുന്നതാണ് കംപ്ലീറ്റ്ലി DIയുടെയും FIAയുടെയും എന്താണ് വ്യൂ. ഓക്കെ, ഇനി നമുക്ക് പ്രോയുടെ വ്യൂ നോക്കാം. പ്രോയുടെ വ്യൂ അവരെന്താ ചെയ്തിട്ടുള്ളത്, അവർ ഫ്യൂച്ചർ ബൈ ചെയ്തിട്ടുണ്ട്, അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ് അവർ പറയുന്നത്. CE ബൈ, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് CE ഷോർട്ട്, അതായത് PEയും കൂടെ ബൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവർ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം CE ബൈനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ചെറിയ എമൗണ്ടാണ്. അപ്പം അവർ ഇത് രണ്ടും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവരുടെ വ്യൂ എങ്ങോട്ടാണ്, മുകളിലോട്ടാണ്. അപ്പം ഒരു ചെറിയൊരു പോർഷൻ അവർ CEയും കൂടെ ബൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇൻ കേസ് മാർക്കറ്റ് താഴോട്ട് വീണ് കഴിഞ്ഞാൽ അവരുടെ ഒരു ഗ്യാപ് ഡൗൺ പോയി കഴിഞ്ഞാൽ അവരുടെ ലോസ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടെ അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ബട്ട് അവരുടെ ഓവറോൾ വ്യൂ എന്താണ്, മുകളിലോട്ടാണ്, ബൈയിങ് ആണ്. ഓക്കെ, ഇനി FI ഫ്യൂച്ചറിൽ ബൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, കോള് ബൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. PEയും എന്താ ചെയ്തിട്ടില്ല, PE ഷോർട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ PE അവൻ മാർക്കറ്റ്, അതായത് സെല്ലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് CE ഷോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ്. CE ഷോർട്ട് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട്,
പി ഷോർട്ട് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട്. അപ്പം ഇത് റെഡ് കളറിൽ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ആയിപ്പോയതാണ്, സോറി. ഇത് ഗ്രീനാണ് വരേണ്ടത്, കാരണം മാർക്കറ്റ് സി ഷോർട്ടാണ് ചെയ്തിട്ടുള്ളത്. സി ഷോർട്ട്, അതായത് സീനെ അല്ല പി ഷോർട്ടാണ്, മാർക്കറ്റിനെ മുകളിലോട്ട് പോകുന്നതാണ് അവരുടെ. അപ്പോൾ അവരുടെ FIAയുടെ ഫുൾ വ്യൂ എന്നാണ് മാർക്കറ്റ് നാളെ മുകളിലോട്ട് പോകും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ FIAയും പ്രോയും ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോകും, DAയും റീറ്റെയിലറും ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് താഴോട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ലെവൽസിൽ ഈ സിനാരിയോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, FIA മുകളിലോട്ട് പോകുന്നതാണ് പറയുന്നത്, DA താഴോട്ട് വരും എന്നാണ് പറയുന്നത്. സോ അപ്പം ഇൻ കേസ് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. ഓക്കെ, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. ഇവിടെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? FIAക്ക് പ്രോഫിറ്റ് ആവും, FIAക്കും പ്രോയ്ക്കും പ്രോഫിറ്റ് ആവും. മനസ്സിലായോ? പ്രോപ്പ് ഡെസ്കിനും പ്രോഫിറ്റ് ആവും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ടെക്നിക്കലി പഠിക്കുന്ന പോലെ വാട്ട് ഈസ് ദിസ്, ഇതെന്താണ്? ഇത് കംപ്ലീറ്റ്ലി ഒരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ഒരു ഓർഡർ ബ്ലോക്കാണ്. അതിൻ്റെ താഴെ FG ഉണ്ട്. സോ ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ഓർഡർ ബ്ലോക്കാണ്. നമുക്ക് പറയാം ഇതൊരു ഓർഡർ ബ്ലോക്കാണ്, ഇതൊരു OB ആണ്. സോ ഇൻ കേസ് ടെക്നിക്കൽ ലെവലിലും എന്താണ്, ആ OBയെ തട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് വരും? താഴോട്ട് വരും. ഓക്കെ, താഴോട്ട് വരും. അപ്പം നമ്മൾ ഇത് കറക്റ്റ് ഇവിടെ എത്തുമ്പോൾ തന്നെ ഷോർട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്. മാർക്കറ്റ് എന്താണ്, ബ്രില്യൻ്റ് ആണ്. മാർക്കറ്റ് നേരെ താഴോട്ട് വരത്തില്ല, മാർക്കറ്റ് മുകളിൽ പോയി. സോ ഇവിടുന്ന് ഷോർട്ട് ചെയ്ത് വെച്ചവരുടെ എല്ലാവരുടെയും എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ്, അതായത് സ്റ്റോപ്പ് ലോസ് ഓർഡർ എടുത്തിട്ടേ മാർക്കറ്റ് താഴോട്ട് വരത്തുള്ളൂ. അപ്പം ഈ ഒരു സോൺ മൊത്തം നമുക്ക് ഇവിടുന്ന് ഈ ഒരു സോൺ ഇത്രയും ഒരു സോൺ നമുക്ക് ഇത് മൊത്തം നമുക്കൊരു സെല്ലിംഗ് സോണായിട്ട് കൂട്ടാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്ട്രോങ് എന്ന് എഴുതി വെക്കണം, സ്ട്രോങ് ഹൈസ്. അപ്പോൾ ഇത് നമ്മുടെ എന്താണ്, ഒരു സ്ട്രോങ് ഹൈസ് ആണ്. അപ്പോൾ ഈ ഏരിയയിൽ മാർക്കറ്റിനെ കിട്ടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വ്യൂ എങ്ങോട്ട് വേണം? താഴോട്ട് വരും എന്നായിരിക്കണം. ഓക്കെ, ഇവിടുന്ന്. സോ ഇവിടെ ഞാൻ താഴോട്ട് ഷോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇവിടുന്ന് ഈ ഒരു ലിക്വിഡിറ്റിയെ ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു എന്തെങ്കിലും ഒരു എന്താണ് ന്യൂട്രൽ പാറ്റേൺ, അതായത് നെഗറ്റീവ് പാറ്റേൺ കാണുകയാണെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം? സെല്ല് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഷോർട്ട് ചെയ്യാം. ഇവിടെ ഒരു പാറ്റേൺ ഒക്കെ മൂവ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം ഒരു പച്ച ക്യാൻഡിൽ വന്നു, അതിൻ്റെ ഇപ്പുറത്തൊരു ബിഗ് റെഡ് ക്യാൻഡിൽ, അതിൻ്റെ ഇപ്പുറത്ത് ഒരു ബുള്ളിഷ് ബിയറിഷ് എൻഗാൾഫിംഗ് പോലൊരു ക്യാൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം? ഷോർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടുത്തെ മൂവ്. സോ അവിടുന്ന് അത് മാർക്കറ്റ് വീഴുകയാണെങ്കിൽ എവിടെ വരെ വീഴും? മാർക്കറ്റിൻ്റെ ഈ ഒരു ഗ്യാപ്പ് അപ്പ് ആകുകയാണെങ്കിൽ സിനാരിയോ ആണ് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നവരെ. സോ ഇവിടെ വന്നിട്ട് മുകളിൽ ചെയ്യാത്തവർക്ക് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടുന്ന് ബൈയും ചെയ്യാം. ഓക്കെ, സോ അപ്പം മാർക്കറ്റ് താഴോട്ട് വീഴുന്ന സമയത്ത് നമ്മുടെ പ്രോസിൻ്റെ കയ്യിൽ എന്താണ് ഒരു ഷോർട്ട് പൊസിഷൻ കൂടെ ഉണ്ട്. അപ്പം അവർക്ക് ഈ സൈഡിൽ പ്രോഫിറ്റ് ആവും. അപ്പോൾ അവരും അവരുടെ പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്യും, FIA അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ആൻഡ് പ്രോപ്പ് ഡെസ്ക് എന്ത് ചെയ്യും? അവരുടെ താഴോട്ടുള്ള ഇവിടുന്ന് എടുത്തിട്ട് ആ ലോസിലുള്ള അവരിത് എന്ത് ചെയ്യും? ആ പൊസിഷൻ ക്യാരി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അവരെന്ത് ചെയ്യും? അവരുടെ ചിലപ്പോൾ ഒരു ഓൺ കോസ്റ്റ് അവർ എക്സിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ താഴെ ഈ ഏരിയയിൽ നിന്നൊക്കെ സെല്ല് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നമ്മുടെ റീറ്റെയിലേഴ്സും DAയും എന്തായിരിക്കും? അവർ ലോസിലായിരിക്കും ഉണ്ടാവുക. കാരണം എപ്പോഴും മാർക്കറ്റിൽ FIA അവർ ബൈ ചെയ്യുന്നത് ബോട്ടത്തു നിന്നായിരിക്കും. ഓക്കെ, ഇവിടെ നിന്നായിരിക്കും FIA ബൈ ചെയ്തിട്ടുണ്ടാവുക. അവരുടെ ആ ബൈങ് പൊസിഷൻ നമ്മൾ കാണുന്നത് ഏതായിരിക്കും? ബോട്ടത്തു നിന്നായിരിക്കും. അവർ ഇവിടെ നിന്നായിരിക്കും ബൈ ചെയ്തിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുമായിരുന്നത്? FIA ഇവിടുന്ന് ബൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഹെവി ഈ ഒരു റേഞ്ചിൽ നിന്ന് നമ്മുടെ DA ഹെവി സെല്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന്. ഓക്കെ, RIA ആൻഡ് നമ്മുടെ റീറ്റെയിലേഴ്സ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഹെവി സെല്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ വേണ്ടി പാടുപെട്ടിരുന്നു. ബട്ട് ഫൈനലി FIAയുടെ പൊസിഷനാണ് എപ്പോഴും പവർ കൂടുതൽ, അവരായിരിക്കും കൂടുതൽ എമൗണ്ടിൽ മാർക്കറ്റിൽ ബൈയിങ് സെല്ലിങ് നടത്തുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മെല്ലെ മുകളിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഒരിക്കലും എന്താണ് മാർക്കറ്റ് മുകളിലോട്ട് ഈ രീതിയിൽ പോകുമ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ബൈ ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ പ്രീമിയം ഒരിക്കലും മുകളിലോട്ട് മൂവ് ചെയ്തില്ല. കാരണം എന്താണ്? ഇന്ത്യ വിക്സ് ക്രാഷ് ആയിക്കൊണ്ടിരിക്കും. അപ്പം അതിനനുസരിച്ച് നമുക്ക് IV ക്രാഷ് ആവും. സോ IV ക്രാഷ് ആവുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ മുകളിലോട്ട് പോയാലും, അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോയാലും നമ്മുടെ പ്രീമിയം മുകളിലോട്ട് പോകത്തില്ല. സോ അപ്പം അതിന് പകരം എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? PE ഷോർട്ട് ചെയ്യണം. എന്താണ്? PE ഷോർട്ട് ചെയ്യണം. അതായത്
ഇപ്പുറത്ത് PE ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഓക്കെ, PE ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തീറ്റ DKയുടെ ആ ഒരു പ്രോഫിറ്റ് നിങ്ങളുടെ കയ്യിലിരിക്കും. ഓക്കെ, സോ അത് അപ്പം ഇപ്പം മൺഡേ ഒക്കെ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് മെല്ലെ മെല്ലെയാണ് മുകളിലോട്ട് പോകുന്നെങ്കിൽ PE ഷോർട്ട് ചെയ്യാം. കാരണം ട്യൂസ്ഡേ എക്സ്പയറി ആയതുകൊണ്ട് നമ്മുടെ പ്രീമിയത്തിൻ്റെ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് PE ഷോർട്ട് ചെയ്യാം. ഓക്കെ, നോക്കി ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ എന്ത് പറഞ്ഞു, ഫസ്റ്റ് സിനാരിയോ ഞാൻ പറഞ്ഞു, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമ്മുടെ FIAയ്ക്കും നമ്മുടെ പ്രോസിനും പ്രോഫിറ്റ് ആവും. അവരവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഇതൊരു മേജർ സെല്ലിംഗ് സോണാണ്. കാരണം ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് വീണിട്ടുണ്ട്. ഓക്കെ, ഇതൊരു മേജർ സെല്ലിംഗ് സോണാണ്. ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് വീണിട്ടുണ്ട്. ഇത് നമ്മുടെ ഓർഡർ ബ്ലോക്കും കൂടെയാണ്. ഓക്കെ, സോ അത് ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് എന്താണ്, ഒരു സെല്ലിംഗ് സോണാണ്. ഓക്കെ, അപ്പം വിത്ത് ഡാറ്റയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് നമ്മുടെ എന്താണ് വിന്നിങ് പ്രോബിലിറ്റി വളരെ കൂടുതലായിരിക്കും. കാരണം നമ്മൾ ഒരു ലെവൽസ് വെച്ചിട്ടല്ല ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം നിങ്ങൾക്ക് കൂടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഷോർട്ട് ചെയ്യുക, ഇവിടുന്ന് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ, സോ ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് വീഴുകയാണെങ്കിൽ പി ബൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടം വരെ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻ കേസ് അതാണ് നമ്മുടെ ഗ്യാപ്പ് അപ്പ് സിനാരിയോ. അപ്പോൾ ഗ്യാപ്പ് അപ്പ് സിനാരിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വിട്ടിരുന്നോട്ടെ, ജസ്റ്റ് ഇത് ഇവിടെ തന്നെ വെച്ചേക്കാം. ഓക്കെ, ഗ്യാപ്പ് അപ്പ് സിനാരിയോ. ഇനി ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങാണ് ചെയ്യുന്നത്. മാർക്കറ്റ് ഇവിടെ തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. വലിയ ഹൈയിലൊന്നുമല്ല, ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഓപ്പൺ ചെയ്യുന്ന ഇതിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്തിടുക. ഓക്കെ, അതിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്തിടുക. ഓക്കെ, മാർക്ക് ചെയ്തിട്ടിട്ട് ചാടിക്കറി ബൈ ചെയ്യണമെന്നല്ല പറയുന്നത്. മാർക്കറ്റ് ഇൻ കേസ് താഴോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഡേ ലോ എത്തുമ്പം ഇവിടെ ആരുടെ ബൈങ് ഉണ്ട്, FIAസിൻ്റെ ബൈങ് ഉണ്ട്. സോ അപ്പോൾ അവർ ഇവിടുന്ന് വീണ്ടും മാർക്കറ്റിനെ മുകളിലോട്ട് മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ബൈ ഓൺ ദ ഡിപ്പ് ചെയ്യാം. ഓക്കെ, ബൈ ഓൺ ദ ഡിപ്പ് ചെയ്യാം. മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിങ് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ബൈ ഓൺ ദ ഡിപ്പ് ചെയ്യാം. താഴെ വന്നിട്ട് മുകളിലോട്ട് പോകുമ്പോൾ ബൈ ഓൺ ദ ഡിപ്പ് ചെയ്യാം. അപ്പോഴും നമ്മുടെ നമ്മുടെ DAS ഇവിടെ ലോസ് തന്നെ ആയിരിക്കും. കാരണം അവർ ഈ ഏരിയയിൽ നിന്നായിരിക്കും സെല്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അവർ ഓൾറെഡി എന്നാലും ലോസിൽ തന്നെ ആയിരിക്കും. കാരണം അവരൊരിക്കലും മാർക്കറ്റിൻ്റെ മുകളിൽ പോയി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു ഏരിയയിൽ നിന്ന് മാക്സിമം സെല്ല് ചെയ്യാറില്ല. അവർ ഇവിടുന്ന് തന്നെ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യും. സോ അവരുടെ പൊസിഷൻ ഈ ഒരു സോണിലായിരിക്കും, 24,200 ഈ ഒരു സോണിലായിരിക്കും DASൻ്റെ റീറ്റെയിലേഴ്സിൻ്റെയും ഇതുണ്ടാവുക പൊസിഷൻസ് ഉണ്ടാവുക. ഓക്കെ, സോ അപ്പം FIA എപ്പോഴും ഇൻ ദ മണിയാണ് ബൈ ചെയ്യുക. ഇൻ ദ മണി ഔട്ട് ദ മണി അറ്റ് ദ മണി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് അറിയാത്തവർക്ക്. ഇൻ ദ മണിയാണ് ബൈ ചെയ്യുക. ഇൻ ദ മണി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെൽറ്റ വാല്യൂ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് വലിയ ലോസ് ഒന്നും ഉണ്ടാകത്തില്ല. കാരണം അവരുടെ ബൈങ് പൊസിഷൻ ഇവിടെ തന്നെയാണുള്ളത്. ഓക്കെ, അതുകൊണ്ട് അവർക്ക് DK അടിക്കുന്നതും കുറവായിരിക്കും ഇൻ ദ മണി ആയതുകൊണ്ട്. ഔട്ട് ദ മണി ആണെങ്കിലാണ് DK കൂടുക. ഓക്കെ, സോ അപ്പോൾ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ ചെയ്യാം. ഓക്കെ, അപ്പം ഫ്ലാറ്റ് ഓപ്പണിങ്ങിൻ്റെ കാര്യം പറഞ്ഞ് ഗ്യാപ്പ് അപ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇൻ കേസ് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിലാണ് വീഴുന്നത്. ഇവിടെയാണ് വീഴുന്നത്. ഇവിടെ വീഴുകയാണെങ്കിൽ ഗ്യാപ്പ് ഡൗണിൽ വീഴുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഇവിടുന്ന് ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കണം. ഇവിടുന്ന് വീണ്ടും ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പം ഗ്യാപ്പ് അപ്പിൻ്റെ സിനാരിയോ നമ്മൾ പറഞ്ഞു. നമ്മുടെ ഡാറ്റ വെച്ചിട്ട് അവരവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, മാർക്കറ്റ് താഴോട്ട് വരും. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഓപ്പണിംഗ് ചെയ്തിട്ട് താഴോട്ട് വന്നിട്ട് അവരുടെ പൊസിഷൻ ഈ ഏരിയയിലായിരിക്കും ഉണ്ടാവുക. സോ ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകും. ഓക്കെ, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അവരുടെ പൊസിഷൻ ഓൾറെഡി ഇവിടെ ഉണ്ട്, മാർക്കറ്റ് ഇവിടെ സപ്പോർട്ടിൽ വരിക. സോ ഹെവി സപ്പോർട്ടാണിത്. അപ്പോഴും മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മാർക്കറ്റിൻ്റെ അനാലിസിസ്. സോ നമുക്ക് ഓപ്ഷൻ ചെയിൻ നോക്കാം. ഓക്കെ, ഓപ്ഷൻ ചെയിൻ എടുത്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 24,300 24,300 9.8 lakh ഇവിടെ എന്തുണ്ട്? ഇവിടെ കോൾ റൈറ്റിംഗ് ഉണ്ട്. കോൾ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹെവി റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇവിടെ ഹെവി റെസിസ്റ്റൻസ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിലോ 24,200 24,100 ഇവിടെ 55 lakh എന്തുണ്ട്? ഇവിടെ 55, ഇത് OA ചേഞ്ച് ആണ്. 81 lakh ഇവിടെ ഉണ്ട്. 81 lakh ഇവിടെ എന്തുണ്ട്? ബൈയിങ് ഓർഡർ ഉണ്ട്. അതായത് ഇത് ഹെവി സപ്പോർട്ടാണ്. സോ ഇത് ഞാൻ ഇവിടെയാണ് നോക്കിയത്, ഇപ്പുറത്താണ് നോക്കേണ്ടത്.
95 lakh ഇവിടെ എന്തുണ്ട്, 95 lakh മാർക്കറ്റ് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ കോൾ റൈറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹെവി റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഇവിടെ 25 100 25 to 150 ലെവലിൽ 81 ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ഏരിയയിലും നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ബൈയിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ രണ്ട് സൈഡും അപ്പ് ആൻഡ് ലോ, ഇത് രണ്ടും നമ്മുടെ മേജർ റെസിസ്റ്റൻസ് ആൻഡ് മേജർ സപ്പോർട്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് വാട്ട് ഈസ് ഇൻ ദ മണി, ഔട്ട് ദ മണി ആൻഡ് അറ്റ് ദ മണി. ഓക്കെ, ഈ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 24,000 എവിടെയാണ് 200. സോ 24,200. സോ 24,200, ഈ 24,200 ആൻഡ് 24,250 ഇതാണ് അറ്റ് ദ മണി. ഓക്കെ, ആൻഡ് മാർക്കറ്റ് ഓൾറെഡി താഴെ നിന്ന് മുകളിലോട്ട് കയറി വന്നതല്ലേ, 23, 80, 24 ഇങ്ങനെ മാർക്കറ്റ് കയറി വന്നതാണ്. അപ്പോൾ മാർക്കറ്റ് എവിടെ നിന്നാണ് കയറി വന്നത്, ഇവിടെ നിന്നാണ് കയറി വന്നത്. അപ്പം ഇതൊക്കെ എന്താണ്, നമ്മുടെ ഇൻ ദ മണിയാണ്. ഈ മോളിൽ കാണുന്നതൊക്കെ ഇൻ ദ മണിയാണ്. ഇനി മാർക്കറ്റ് എങ്ങോട്ടാണ് പോകാനുള്ളത്, 24,050, 300, മോളോട്ട് 400 മോളോട്ടാണ് പോകാനുള്ളത്. അതപ്പം ഇനി താഴോട്ടാണ്, ഈ ചെയിൻ്റെ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സ്ഥലങ്ങളാണ് താഴെയുള്ളത്. അപ്പോൾ ഇതെന്താണ്, ഔട്ട് ദ മണിയാണ്. ഓക്കെ, ഔട്ട് ദ മണി. സോ ഔട്ട് ദ മണിയുടെ വില എപ്പോഴും കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഔട്ട് ദ മണി ഡെൽറ്റ വാല്യൂ, അതായത് പ്രീമിയത്തിന് ഡ്രൈവ് കൊടുക്കുന്നത് ഡെൽറ്റ വാല്യൂ ആണ്. അത് അടുത്ത ഇതിൽ ഞാൻ പഠിപ്പിച്ച് തരാം. ഡെൽറ്റ വാല്യൂ ആണ്. ഡെൽറ്റ വാല്യൂ കുറയുമ്പം പ്രീമിയം മുകളിലോട്ട് കയറത്തില്ല. ഓക്കെ, സോ ഇതിൻ്റെ പ്രീമിയത്തിൻ്റെ വില കൂടുതലാണ്. സോ ഇതിൻ്റെ ഡെൽറ്റ വാല്യൂ 0.9 0.8 ഒക്കെ ആയിരിക്കും. അപ്പം ഇതിൻ്റെ ഡെൽറ്റ വാല്യൂ കൂടുതലായതുകൊണ്ട് പ്രീമിയത്തിൻ്റെ ഡ്രൈവ് ഇവിടെ കൂടുതലായിരിക്കും. അപ്പം മാർക്കറ്റ് മുകളിലോട്ട് പോയാലും മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് വന്നാലും ഇൻ ദ മണി ആയിരിക്കും പെട്ടെന്ന് മുകളിലോട്ട് കയറുക. അപ്പം നിങ്ങൾ ഒരു സ്ലൈറ്റ്, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് വലിയ ക്യാപിറ്റൽ ഒന്നും ഇല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ നോക്കാനുള്ളത് ഒരു സ്ലൈറ്റ് ഇൻ ദ മണി, അതായത് അറ്റ് ദ മണിയുടെ തൊട്ട് മുകളിലുള്ള ഇൻ ദ മണിയൊക്കെ വേണം എപ്പോഴും മാർക്കറ്റിൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാലേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. മനസ്സിലാകുന്ന വിചാരിക്കും നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ കണ്ടു നോക്കുക, അപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ അപ്പം ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസ് നമ്മൾ ഡാറ്റയും കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഡാറ്റ കിട്ടേണ്ടത്, എങ്ങനെയാണ് ഡാറ്റ നോക്കേണ്ടത് ക്ലിയർ ആയിട്ട് കഴിഞ്ഞ വെബിനാറിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എവിടെയാണ് ഡാറ്റ കിട്ടുന്ന സോഴ്സ് എവിടെയാണെന്നൊക്കെ. ആൻഡ് വേറൊരു കാര്യം, സോ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മുടെ വീഡിയോയ്ക്ക് എപ്പോഴും ഒരു നോർമൽ അനാലിസിസിനെക്കാട്ടി കൂടുതൽ വിന്നിംഗ് പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണ്, ഞാൻ വെറും ലെവൽസ് വെച്ച് മാത്രമല്ല ട്രേഡ് ചെയ്യാറുള്ളത്, ഞാൻ എൻ്റെ ഡാറ്റയും കൂടെ വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ അപ്പം ഇതേപോലത്തെ വീഡിയോ, അപ്പം ഇതെങ്ങനെ നോക്കണം ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ഇനി എന്നും ഇതേപോലെ എനിക്ക് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരണമെങ്കിൽ, ഇപ്പോൾ ഇതിനകത്ത് 200 പേരാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ 200 ലൈക്ക് ആൻഡ് 200 കമൻറ്റ്സ് അവിടെ ഉണ്ടെങ്കിൽ ഷുവറായിട്ടും അടുത്ത വീഡിയോയും ഞാൻ ഇതിലും ബെറ്ററായിട്ടും ഇതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, സോ എന്നാലേ വീഡിയോ റീച്ച് ആവത്തുള്ളൂ, എന്നാലും വീഡിയോ മറ്റുള്ളവർക്ക് എത്തത്തുള്ളൂ, എന്നാലും നമ്മുടെ സബ് കൗണ്ട് കൂടത്തുള്ളൂ, നമ്മുടെ അറ്റ്ലീസ്റ്റ് വാച്ച് അവറിലും കംപ്ലീറ്റ് ആവത്തുള്ളൂ. സോ 200 എത്ര പേര്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 150 വ്യൂസ് ആവുള്ളെങ്കിൽ 150 ലൈക്ക് ആൻഡ് 150 കമൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് വീഡിയോ ഇതുപോലെ ചെയ്യും. അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും മോറൽ ഡൗൺ ആയിട്ട് ലെവൽസ് മാത്രം വരച്ച് അവിടെ പോകും ഇവിടെ പോകുന്നു മാത്രം പറഞ്ഞു തരും. ഓക്കെ, സോ പ്ലീസ് ഡു ദാറ്റ് ഫോർ സപ്പോർട്ട്. ആൻഡ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.